നമ്മളിപ്പുള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. കോഴിക്കോട് അടിപൊളിയാണ്. ഫുഡൊക്കെ ഉണ്ട്, സെറ്റാണ്, എല്ലാരും അടിപൊളിയാണ്. അടിപൊളി സൺഡേ ഞങ്ങളിന്ന് കോഴിക്കോട് ബീച്ച് കാണാൻ വന്നതാണ്. നമുക്ക് കിടില ഒരു ചായ നല്ലൊരു കല്ലുമക്കായി അടിക്കാൻ വേണ്ടിട്ട് നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നാണ് കഴിച്ചത്. കണ്ടോ? അപ്പൊ ആദ്യം തന്നെ നമ്മൾ കണ്ടത് ഉപ്പിലിട്ടതാണ്. ഇതൊന്നും മേടിക്കൂലട്ടോ, കാരണം നമ്മൾ ഓൾറെഡി ഒരുപാട് സാധനങ്ങൾ അവിടെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോ നമ്മള് ഇന്ന് ഒരു കോഴിച്ചുടൽ പരിപാടി ഉണ്ടേനി. അപ്പൊ അതിന്റെ ഭയങ്കര ക്രൗഡാണ്. നമുക്ക് സൈറസ് കഫേയിലെ സ്റ്റാഫ് ഇവിടുത്തെ കോഴിക്കോടത്തെ സാധ്യതകളുണ്ടെന്ന് അവർ രാജിച്ചു. നമ്മള് ചായന്റെ മുന്നേ നമ്മളൊരു അടിപൊളി ഉപ്പിലിട്ട് കഴിച്ചാലും ആലോചിക്കുന്നുണ്ട്. നമ്മൾ കഴിച്ചു, ഞങ്ങൾ കഴിച്ചു, അടിപൊളി ഉപ്പിലിട്ടത് കഴിച്ചു. ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. ഇവിടെ വന്നാൽ എല്ലാവരും ട്രൈ ചെയ്യേണ്ടതാണ്. ഷോപ്പിന്റെ പേര് ജോയ് ഐസ്ക്രീംസ്. എല്ലാരും ഇവിടെ വന്ന് മസ്റ്റ് ട്രൈ ചെയ്യാം. 10 രൂപയ്ക്ക് ഒരു 100 രൂപേന്റെ ക്വാണ്ടിറ്റി, അതാണ് പ്രത്യേകത. ഗൈസ് നമ്മള് വീണ്ടും ട്രൈ ചെയ്യാൻ വേണ്ടി വന്നത് ചോക്ലേറ്റ്സ് ആണ്. ഹോട്ട് ചോക്ലേറ്റ് നമ്മൾ ട്രൈ ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് അതിന്റെ അഭിപ്രായം പറയാം. കിടിലൊരു ഷോപ്പ് തന്നെയാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല വൃത്തിയും. കോഴിക്കോട് ഈ ചോക്ലേറ്റ് കഴിച്ചിട്ട് എന്താണ് എന്റെ അഭിപ്രായം? ഇവിടെ ഇഷ്ടപ്പെട്ട എന്താണ്? നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രൗണിയാണ്. ബ്രൗണി വിത്ത് ചോക്ലേറ്റ് കിടിലൻ ടേസ്റ്റ്, മസ്റ്റ് ട്രൈ ആണ് ഞാൻ പറഞ്ഞത്. അത് മസ്റ്റ് ട്രൈ ആണ്. നമുക്ക് ടൗണിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഫീഡ്ബാക്ക് അറിയിക്കാം. ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിക്കൂല അല്ലേ? നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? സൈറസ് കഫേ അത് ബ്രൗണി വിത്ത് ഹോട്ട് ചോക്ലേറ്റ് 50 രൂപയുള്ളൂ. പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി ഇതുപോലെ കാണാതെ പഠിച്ചിട്ടില്ലേ? കിട്ടില്ല. അതായത് നമ്മള് മസ്റ്റ് ട്രൈ. ഇന്നേ വരെ നമ്മള് ഒരു പ്രീമിയം ഷോപ്പിൽ പോലും കഴിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ. പക്ഷെ സൈറസ് കഫേ ഉണ്ടോ? സൈറസ് കഫേയില് അങ്ങനത്തെ ഡിഷ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കഴിച്ചത്. അടിപൊളി. നമ്മള് ഉപ്പിലിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി ഒന്നാണ് കഴിച്ച്. നമ്മളേതാണ് എടുക്കാൻ പോണ് കഴിച്ച്. അപ്പൊ കഴിച്ച് നമ്മള് ഉപ്പിലിട്ട് തിന്നു കഴിഞ്ഞ് നമ്മള് ക്യാഷ് റിവ്യൂ എന്താ വെച്ചാല് വളരെ അടിപൊളി. പറഞ്ഞാല് നമ്മള് മറ്റേ ബീച്ചിലേക്ക് ഇറങ്ങിയതിന്റെ കറക്റ്റ് സ്പോട്ട് കടലിന്റെ ആ ഒരു ഏരിയയിലാണ്. 8ാമത്തെ ഷോപ്പാണ്. വലത്തെ കടലിന്റെ കാലാവസ്ഥ. ഈ ഉപ്പിലിട്ട് നമ്മളെ ഫാത്തിന്റെ ഭാഗമായിരുന്നു ഗൈസ്. ഓഫറുണ്ട്. നമ്മള് കോഴിക്കോട് ബീച്ചിലേക്ക് വന്നപ്പോ അപ്രതീക്ഷിതമായിട്ട് ഓട്ടോ ഷോ ഉണ്ട് പറഞ്ഞപ്പോ നമ്മള് ഉള്ളിൽ കയറാണ് ഗൈസ്. നമ്മളിപ്പോ രണ്ടിന്റെ ഓട്ടോ ഷോ ഉണ്ട് പറഞ്ഞപ്പോ കോഴിക്കോട് ബീച്ചിൽ നമ്മൾ വന്നപ്പോ അപ്രതീക്ഷിതമായിട്ട് ഓട്ടോ ഷോ കണ്ടാണ്. 2 റെഡി ക്യാഷിൽ നോക്കാമായിരുന്നു.